ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. റിജോ ആന്റണിയുടെയും സുഹൃത്തിന്റെയും വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 14,90,000 രൂപയും പോലീസ് കണ്ടെടുത്തു. 15 ലക്ഷം രൂപയാണ് റിജോ ഫെഡറൽ ബാങ്കിൽ നിന്നും കവർന്നത്. റിജോയെ വീട്ടിലും ബാങ്കിലും പണം നൽകിയ അന്നനാട് സ്വദേശിയുടെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 12 ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. സിസിടിവിയിൽ കണ്ടതിന് സമാനമായ ശരീരപ്രകൃതമുള്ള ഒരാൾ പ്രദേശത്ത് താമസിക്കുന്നുണ്ടെന്ന സ്ത്രീയുടെ മൊഴിയും പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായി. 3 തവണ വസ്ത്രം മാറി പോലീസിന്റെ കണ്ണു വെട്ടിച്ചെങ്കിലും റിജോയിലേക്ക് പോലീസിനെ എത്തിച്ചത് റിജോ മാറാതെ ഉപയോഗിച്ച ഷൂ ആയിരുന്നു. ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചു. പ്രതിയുടെ വീട്ടിൽ നിന്ന് 12 ലക്ഷവും ബാഗും അടുക്കളയിൽ നിന്ന് ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെത്തി. കവർച്ചാ സമയത്ത് ഉപയോഗിച്ച ജാക്കറ്റ് വീട്ടിൽ വെച്ച് തന്നെ കത്തിച്ചു. അന്നനാട് സ്വദേശിക്ക് കൈമാറിയ 2,90,000 രൂപ അവിടെ നിന്നും കണ്ടെടുത്തു. 10,000 രൂപ മദ്യം വാങ്ങിയും മറ്റും ചിലവാക്കിയെന്നും ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു. പ്രതിയുടെ ഫിംഗർ പ്രിന്റ് ശേഖരിച്ചു. വൈദ്യപരിശോധനയും പൂർത്തിയാക്കി. ബെയില് നാളേക്ക് കൺസിഡർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ കോടതി തീരുമാനിക്കും. റിക്കവറി ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തോ ചെറിയ കാര്യങ്ങളുള്ളൂ. എമൗണ്ട് ഏതാണ്ട് റിക്കവർ ചെയ്തെന്നാണ് പറയണത്. മുമ്പും കവർച്ചയ്ക്ക് ശ്രമിച്ചതായി പോലീസിനോട് പ്രതി സമ്മതിച്ചു. ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ പോലീസ് ജീപ്പ് കണ്ടപ്പോൾ ശ്രമം ഉപേക്ഷിച്ചു. കവർച്ച വിജയിച്ചത് 2ാം ശ്രമത്തിലാണെന്നും പ്രതി ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. 14 ദിവസത്തേക്ക് പ്രതിയെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തൃശൂർ.